എക്സൽസ് അക്കാഡമി ഇന്ന് നമ്മൾ നോക്കുന്നത് 2003 മുതൽ 2017 വരെ LDC എക്സാമിന് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, അൺ അക്കാഡമിയിലും എന്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അൺ അക്കാഡമിയിലെ ക്ലാസ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നതിന് വേണ്ടി അൺ അക്കാഡമി ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം അരുണസൽ എന്ന് സെർച്ച് ചെയ്യുക. അപ്പൊ ഇപ്പൊ നിലവിലെ ഒരു കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജില്ലകളെ കുറിച്ചുള്ള കോഴ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 8-9 ജില്ലകളായി. ഇനി അടുത്ത 10ാമത്തെ ജില്ലയിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അൺ അക്കാഡമിയിലും ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഇന്ത്യയിൽ മുസ്ലിം ഭരണം സ്ഥാപിക്കുന്നതിന് മുമ്പ് ഭരിച്ചുകൊണ്ടിരുന്ന അവസാന ഹിന്ദു രാജാവ് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? പൃഥ്വിരാജ് ചൗഹാൻ. ക്ലിയർ ആണോ? അടുത്ത, ഏറ്റവും അവസാനം സ്വതന്ത്ര ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത വിദേശ കോളനി എന്ന് ചോദിച്ചാൽ ഏതാണ്? ഗോവയാണ്. ഏത് വർഷം? 1961. ഓപ്പറേഷൻ എന്തെന്ന് പറയും? ഓപ്പറേഷൻ വിജയ് എന്നറിയപ്പെടും. ക്ലിയർ ആണോ? അടുത്ത, ആഗ്ര പട്ടണത്തിന്റെ സ്ഥാപകൻ എന്ന് ചോദിച്ചാൽ സിക്കന്ദർ ലോധി. അടുത്ത, ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് ഡാഷിന്റെ പരാജയത്തിന് ശേഷമാണ്. ഇതിന്റെയാണ്? ക്രിപ്സ് മിഷന്റെ പരാജയം. അടുത്ത, ശ്രീ ശങ്കരനാൽ സ്ഥാപിക്കപ്പെട്ട സന്യാസി മഠങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. അതാണ് തെക്ക് ശൃംഗേരി, കർണാടകത്തിലെ ശൃംഗേരി തെക്ക് ഭാഗത്ത്. അടുത്ത, പടിഞ്ഞാറ് ഭാഗത്ത് ദ്വാരക, ഗുജറാത്ത്. അടുത്ത, വടക്ക് ഭാഗത്ത് ബദ്രിനാഥ്, ഉത്തരാഖണ്ഡ്. കിഴക്ക് ഭാഗത്ത് പുരി, എവിടെയാണ്? ഒഡീഷ. ക്ലിയർ? അടുത്ത, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് ചോദിച്ചാൽ SBI. അപ്പൊ ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിൽ മുസ്ലിം ഭരണം സ്ഥാപിക്കുന്നതിന് മുമ്പ് ഭരിച്ചുകൊണ്ടിരുന്ന അവസാന ഹിന്ദു രാജാവ് ആരെന്ന് ചോദിച്ചാൽ പൃഥ്വിരാജ് ചൗഹാൻ. അടുത്ത, ഏറ്റവും അവസാനം സ്വതന്ത്ര ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത വിദേശ കോളനി എന്ന് ചോദിച്ചാൽ ഗോവ. ആഗ്ര പട്ടണത്തിന്റെ സ്ഥാപകൻ സിക്കന്ദർ ലോധി. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് ഡാഷിന്റെ പരാജയത്തിലാണെന്ന് ചോദിച്ചാൽ ഏതിന്റെ പരാജയം? ക്രിപ്സ് മിഷന്റെ പരാജയം. ശ്രീ ശങ്കരനാൽ സ്ഥാപിക്കപ്പെട്ട സന്യാസി മഠങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ തെക്ക് ശൃംഗേരി, കർണാടക. പടിഞ്ഞാറ് ദ്വാരക, ഗുജറാത്ത്. വടക്ക് ബദ്രിനാഥ്, ഉത്തരാഖണ്ഡ്. കിഴക്ക് പുരി, ഒഡീഷ. അടുത്ത, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ബാങ്ക് SBI. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ഔഷധ വ്യവസായ രംഗത്ത് കുതിച്ചുചാട്ടമുണ്ടാക്കിയ നിയമം എന്ന് ചോദിച്ചാൽ പാറ്റന്റ് നിയമം. അടുത്ത, പഞ്ചശീല തത്വങ്ങളിൽ നെഹ്റുവിനോടൊപ്പം ഒപ്പുവെച്ച ചൈനീസ് നേതാവ് ആരെന്ന് ചോദിച്ചാൽ ചൗ എൻ ലായ്. അടുത്ത, നെഹ്റു സാക്ഷരതാ അവാർഡ് ആദ്യമായി നേടിയ വനിത ആരെന്ന് ചോദിച്ചാൽ മദർ തെരേസ. അടുത്ത, ഇന്ത്യയിൽ കടൽ മാർഗം വന്ന ആദ്യ വിദേശിയാണ് പോർച്ചുഗീസുകാർ. അടുത്ത, ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈ തുറമുഖം. അപ്പം ഇന്ത്യ തുറമുഖവുമായി ബന്ധപ്പെട്ട് പല ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഓർത്തു വയ്ക്കുക. ഇപ്പൊ മഹാരാഷ്ട്രയില് എത്ര തുറമുഖങ്ങളാണ്? മേജർ തുറമുഖങ്ങളുള്ളത്? 2 മേജർ തുറമുഖങ്ങളാണ് ഉള്ളത്. ഒന്ന് മുംബൈ തുറമുഖവും രണ്ടാമത്തത് ഏതാണ്? നവശേവ അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു തുറമുഖം എന്ന് പറയുന്നത്. അടുത്ത, അപ്പൊ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖമാണ് മുംബൈ തുറമുഖം. മുംബൈ തുറമുഖത്ത് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നവശേവ എന്ന പുതിയൊരു തുറമുഖം കൂടെ കണ്ടെയ്നർ തുറമുഖവും കൂടെ രൂപീകരിച്ചത്. അപ്പൊ അടുത്ത്, സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ. അടുത്ത പോയിന്റ്, ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ ലാലാ ഹർദയാൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഔദ്യോഗിക പദവിയിലിരിക്കെ വിദേശത്ത് വെച്ച് അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ലാൽ ബഹദൂർ ശാസ്ത്രി. 1966 താഷ്കന്റ് കരാർ ഒപ്പുവെച്ചതിന് പിറ്റേ ദിവസമാണ് ഇദ്ദേഹം അന്തരിക്കുന്നത്. അടുത്ത, ചന്ദനമരങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏതാണ്? കർണാടകയാണ്. അപ്പൊ ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിൽ ഔഷധ വ്യവസായ രംഗത്ത് കുതിച്ചുചാട്ടം ഉണ്ടാക്കിയ നിയമം പേറ്റന്റ് നിയമം. പഞ്ചശീല തത്വങ്ങളിൽ നെഹ്റുവിനോടൊപ്പം ഒപ്പുവെച്ച ചൈനീസ് നേതാവ് ആരെന്ന് ചോദിച്ചാൽ ചൗ എൻ ലായ്. നെഹ്റു സാക്ഷരതാ അവാർഡ് നേടിയ ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ മദർ തെരേസ. ഇന്ത്യയിൽ കടൽ മാർഗം വന്ന ആദ്യ വിദേശി പോർച്ചുഗീസുകാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈ തുറമുഖം. ഇന്ത്യയിലെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്ന മുംബൈ തുറമുഖം. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഏതെന്ന് ചോദിച്ചാൽ ബാംഗ്ലൂർ. ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകൻ ലാലാ ഹർദയാൽ. അടുത്ത, ഔദ്യോഗിക പദവിയിലിരിക്കെ വിദേശത്ത് വെച്ച് അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. അടുത്ത, ചന്ദനമരങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് വെച്ചാൽ കർണാടക. അടുത്ത പോയിന്റ്,
ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി ആരെന്ന് വെച്ചാൽ സുജേത കൃപലാനി. എന്നാൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ്? സരോജിനി നായിഡു ആണ്. ഏതാണോ വനിതാ മുഖ്യമന്ത്രി സുജേത കൃപലാനി. അങ്ങനെ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. ഓർത്തു വയ്ക്കുക, മറന്നു വരുന്നത്. അടുത്ത കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബ്. അടുത്ത ഇന്ത്യയിലെ ചാർലി ചാപ്ലിൻ എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ രാജ് കപൂർ. അടുത്ത നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ച് ഇന്ത്യൻ യൂണിയൻ സ്ഥാപിക്കാൻ മുഖ്യ പങ്ക് വഹിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയിലാണ്. 1911 ഡിസംബർ 11 കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായി ദേശീയ ഗാനം ജനഗണമന ആദ്യമായി പാടിയത്. ഓർത്തു വയ്ക്കുക. അടുത്ത ചൗരി ചൗര സംഭവത്തിന്റെ ഫലമായി പെട്ടെന്ന് നിർത്തിവെക്കേണ്ടി വന്ന പ്രക്ഷോഭം എന്ന് വെച്ചാൽ നിസ്സഹകരണ പ്രസ്ഥാനം. അടുത്ത ശ്രീബുദ്ധൻ ജനിച്ച സ്ഥലം എവിടെയെന്ന് വെച്ചാൽ ലുംപിനി. അടുത്ത ബ്രഹ്മസമാജ സ്ഥാപകൻ ആരെന്ന് വെച്ചാൽ രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ആണെങ്കിൽ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? ശ്രീനാരായണ ഗുരു. ഓർത്തു വയ്ക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അടുത്ത ഒന്നുകൂടെ നോക്കാം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രഥമ വനിതാ മുഖ്യമന്ത്രി സുജേത കൃപലാനി. കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്. 5 നദികളുടെ നാട് പഞ്ചാബ്. ഇന്ത്യയിലെ ചാർലി ചാപ്ലിൻ എന്നറിയപ്പെടുന്നത് രാജ് കപൂർ. നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ച ഇന്ത്യൻ യൂണിയൻ സ്ഥാപിക്കാൻ മുഖ്യ പങ്ക് വഹിച്ചത് ആരെന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത് അല്ലെങ്കിൽ പാടിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ കൊൽക്കത്ത. ചൗരി ചൗര സംഭവത്തിന്റെ ഫലമായി പെട്ടെന്ന് നിർത്തിവെക്കേണ്ടി വന്ന പ്രക്ഷോഭം എന്ന് വെച്ചാൽ നിസ്സഹകരണ പ്രസ്ഥാനം. ശ്രീബുദ്ധൻ ജനിച്ച സ്ഥലം ലുംബിനി. ബ്രഹ്മ സമാജത്തിന്റെ സ്ഥാപകനാരെന്ന് ചോദിച്ചാൽ ആരാണ്? രാജാറാം മോഹൻ റോയ്. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികൾ അധിവസിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ചോദിച്ചാൽ ഏതാണ്? മധ്യപ്രദേശ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. അടുത്ത സ്വാമി വിവേകാനന്ദന്റെ ആത്മീയ ഗുരു ആരാണെന്ന്? ശ്രീരാമകൃഷ്ണ പരമഹംസൻ. ഇപ്പൊ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം ജനുവരി 12 എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു? ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 12 ആണ്. അങ്ങനെയാണെങ്കിൽ ലോക യുവജന ദിനം എന്നാണെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 12. ഓർത്തു വയ്ക്കാൻ മറന്നു വരുത്. ദേശീയ യുവജന ദിനം ജനുവരി 12, ലോക യുവജന ദിനം ഓഗസ്റ്റ് 12. അടുത്ത പ്രസിദ്ധമായ ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ പട്ടേലാണ്. ബർദോളി സത്യാഗ്രഹത്തിന്റെ വിജയത്തെ തുടർന്നാണ് സർദാർ എന്ന പേര് സർദാർ വല്ലഭായ് പട്ടേലിന് ലഭിക്കുന്നത്. സർദാർ എന്ന പേര് ലഭിക്കുന്നത് ബർദോളി സത്യാഗ്രഹത്തിന്റെ വിജയത്തെ തുടർന്ന്. ആരാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ സർദാർ എന്ന പേര് കൊടുക്കുന്നത് ആരാണ്? ഗാന്ധിജി കൊടുക്കുന്നതാണ്. എന്നാൽ നമ്മുടെ ഈ ബർദോളി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓർത്തു വയ്ക്കുക. അടുത്ത ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ യാത്രക്കാർ ഉപയോഗിക്കുന്ന സഞ്ചാരമാർഗം റെയിൽവേ ആണ്. അടുത്ത ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചതാരെന്ന് ചോദിച്ചാൽ ഷേർഷാ. അടുത്ത സെമിന്ദാരി സമ്പ്രദായം നിലനിന്നിരുന്ന ഇന്ത്യയുടെ ഏത് ഭാഗത്ത് എന്ന് ചോദിച്ചാൽ കിഴക്ക് ഭാഗത്താണ് സെമിന്ദാരി സമ്പ്രദായം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 1793 സെമിന്ദാരി സമ്പ്രദായം ഇന്ത്യയിൽ നിലവിൽ വന്നത്. അടുത്ത ഭൂദാനത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ വിനോബ ഭാവെ. അടുത്ത ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിലെ ബാങ്കുകൾ ദേശസാൽക്കരിച്ചത്. അദ്ദേഹം 1969 1980. അടുത്ത സതി നിരോധിച്ചത് ആരെന്ന് ചോദിച്ചാൽ വില്യം ബെന്റിക്. വില്യം ബെന്റിക്കിനെ സതി നിരോധിക്കാൻ സഹായിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ്. അപ്പൊ ഒന്നുകൂടെ നോക്കാം. ഏറ്റവും കൂടുതൽ ആദിവാസികൾ വസിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. അടുത്ത സ്വാമി വിവേകാനന്ദന്റെ ആത്മീയ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസൻ. വിവേകാനന്ദന്റെ ജന്മദിനം ജനുവരി 12. ദേശീയ യുവജന ദിനം ഓഗസ്റ്റ് 12 ആണെങ്കിൽ എന്താണ് ലോക യുവജന ദിനം. ഓർത്തു വയ്ക്കുക. അടുത്ത പ്രസിദ്ധമായ ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് വല്ലഭായ് പട്ടേൽ. അദ്ദേഹത്തിന് സർദാർ എന്ന പേര് ലഭിക്കുന്നത് ഇതിന്റെ വിജയത്തെ തുടർന്നാണ്. ബർദോളി സത്യാഗ്രഹത്തിന്റെ വിജയത്തെ തുടർന്നാണ്. അടുത്ത ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ ഉപയോഗിക്കുന്ന സഞ്ചാരമാർഗം റെയിൽവേ. അടുത്ത ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചതാരെന്ന് വെച്ചാൽ ഷേർഷാ. അടുത്ത സെമിന്ദാരി സമ്പ്രദായം നിലനിന്നിരുന്ന ഇന്ത്യയുടെ ഏത് ഭാഗത്തെന്ന് ചോദിച്ചാൽ കിഴക്ക് ഭാഗത്താണ്. സെമിന്ദാരി സമ്പ്രദായം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 1793. അടുത്ത
ഭൂദാനത്തിന്റെ ഉപജ്ഞാതാവാരെന്ന് ചോദിച്ചാൽ വിനോബ ഭാവെ. അടുത്ത പോയിന്റോ, ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. അടുത്ത സതി നിരോധിച്ചതാരെന്ന് ചോദിച്ചാൽ വില്യം ബെന്റിക്. ക്ലിയർ? മറന്നു പോരുതോ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അൺഅക്കാഡമിയിലും എന്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സ് കേരളത്തിലെ ജില്ലകളെ കുറിച്ചുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ക്ലാസ്സുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അൺഅക്കാഡമിയുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ആരുണസിലും സെർച്ച് ചെയ്യാം, ഫോളോ ചെയ്യാം. അപ്പൊ അടുത്ത് നമ്മൾ ആരംഭിക്കാൻ പോകുന്ന വിയുടെ ക്ലാസ്സും അതുപോലെ തന്നെ LDCയുടെ ക്ലാസ്സും അൺഅക്കാഡമിയിൽ ആരംഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബിലും ആരംഭിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ. താങ്ക് യു.